റാണവ് ഔട്ടായി. പക്ഷെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു റാണവ് തന്നെയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് കളിച്ചതിനെ കുറിച്ചിട്ടൊന്ന് ചോദിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ഫിനാലെ ആർക്ക് കിട്ടി, എന്ത് കിട്ടി, എങ്ങനെ കിട്ടി, ആ കാര്യങ്ങളൊന്നും വേണ്ടിയിട്ടില്ല. നമുക്കറിയാം വീക്കെൻഡ് ഇപ്പോൾ 90 പക്ഷെ വലിയൊരു കാര്യമായ മാറ്റമോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കളി തമാശ പറഞ്ഞു പോയി. 1-2 ടോപ്പിക്സിനെ കുറിച്ച് സംസാരിച്ചു. മെയിൻലി ടിക്കറ്റ് ഫിനാലയിലെ 10 ടാസ്ക് അവർക്ക് കൊടുത്തിരുന്നു. ഓരോ ടാസ്കിനെ കുറിച്ച് എടുത്തിട്ടും അതിനെക്കുറിച്ച് ചോദിക്കായിരുന്നു. ടിക്കറ്റ് ഫിനാലയിലെ ടാസ്കുകൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കായിരുന്നു. അങ്ങനെയൊന്നും ചെയ്തില്ല. മെയിനായിട്ട് ഗ്രൂപ്പീസം ഒന്ന് ചോദിച്ചു, വേറെ ഒന്നും പറഞ്ഞില്ല. അത്രയും തന്നെയാണ് നടന്നത്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, നമുക്ക് ഇന്നലത്തെ ജനുവരി 4 തീയതിയിലത്തെ ബിഗ് ബോസ് സീസൺ 8ന്റെ ഡേ 90 ഫുൾ എപ്പിസോഡ് വീക്കെൻഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഇന്ന് ഞാനൊരു ഷോർട്ട് റിവ്യൂ ആണ് പറയുന്നത്. കാരണം ഇന്നലത്തെ എപ്പിസോഡിൻ്റെയാണ്, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ സിജോ ബ്രോ, നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 സിജോയുടെ മാരേജ് ആയിരുന്നു. അപ്പോൾ പോയിട്ട് ഞാൻ കുറച്ച് നേരം ആയിട്ടുള്ളൂ വന്നിട്ട്. ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യായിരുന്നു. അത് മാത്രമല്ല ഇന്നലത്തെ എപ്പിസോഡിൽ മെയിൻലി പറയാനായിട്ടൊന്നുമില്ല. ഫസ്റ്റ് വെള്ളിയാഴ്ചയിലെ സംഭവങ്ങൾ കാണിക്കുകയാണ്. വെള്ളിയാഴ്ചയിലെ സംഭവത്തിൽ വേറെ ഒരു സ്പോൺസർ ടാസ്ക് കൊടുക്കുന്നു. പിന്നെ അവർ തമ്മിലുള്ള ഡെയിലി സംസാരങ്ങൾ, മൈക്കിടാത്തതിൻ്റെ ശിക്ഷകൾ, പിന്നെ ഒരു ഫുഡ് തികഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യ ചെറുതായിട്ട് കരയും. സൗന്ദര്യമാണല്ലോ ഇൻചാർജ്. ഫുഡ് തികയാത്തതുകൊണ്ട് എന്തുകൊട്ടി ഞാൻ അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ അല്ല, ജസ്റ്റ് എന്ന സംസാരം, അത്രയേ ഉള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ചത്തെ സാധനങ്ങൾ അതാണ്. ശനിയാഴ്ച ഡയറക്റ്റ് തന്നെ വന്നിട്ട് റയാൻ്റെ മുടിയെ, വിജയ് സേതുപതി എന്ന് റയാൻ്റെ മുടിയെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കുറേ ഒരു വിഗ് മുടിയും കൊണ്ടുവന്ന് കുറേ പേർക്ക് അതെല്ലാം എടുത്ത് വെച്ച് അവരുടെ കൂടെ ഫോട്ടോ എടുത്ത് കുറേ നേരം അങ്ങ് തള്ളി നീക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് മെയിനിൽ ടിക്കറ്റ് ഫിനാലെയുള്ള ഗ്രൂപ്പ് കളിച്ചതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ റയാൻ നടന്ന സംഭവം പറയുന്നുണ്ട്, റയാനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മുടിയിൽ കളറടിക്കാൻ ആഗ്രഹിച്ചു, എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചതെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ മഞ്ചരിയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്, മഞ്ചരിയുടെ ആ ഒരു 2 പോയിന്റ് 1 പോയിന്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് റയാന് കൊടുത്തു എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് മെയിൻലി ചോദിക്കുന്ന ഒരു സാധനം, ആർക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. കാരണം റയാനെ ഗ്രൂപ്പ് കളിച്ചാൽ എല്ലാവരും തോപ്പിച്ചെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം ആ ഒരു ഉത്തരം എല്ലാവരും പറയാൻ വേണ്ടിയിട്ട് ആര് ജയിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. അപ്പോൾ ആദ്യം 1-2 പേര് ജയിക്കണം എന്ന് ആഗ്രഹിച്ചവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആര് ജയിക്കരുതെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ മുത്തു തന്ത്രപൂർവ്വമായിട്ട് മുത്തുവിന് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനാണ്, നമ്മുടെ റയാൻ്റെ പേര് പറഞ്ഞിട്ട് അതിനൊരു കാരണം കൂടി പറയാം. അപ്പം നമുക്ക് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ട് മുത്തു പക്ഷേ സൂപ്പറായിട്ട് ആ സാധനം പറഞ്ഞു. എനിക്ക് റയാനെയാണ് പറയാനുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, റയാൻ ഏറ്റവും കൂടുതൽ പോയിന്റ് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റയാൻ അടിച്ച് താഴെ ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് റയാൻ ഔട്ട് ആവണമെന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പം കറക്റ്റ് വിജയ് സേതുപതി ചോദിച്ച സാധനം ഉൾട്ടയായി തിരിച്ചടിച്ച്. കാരണം വിജയ് സേതുപതി ഈ സാധനമല്ല പ്രതീക്ഷിച്ചത്. എന്തുകൊണ്ട്, ആരെ നിങ്ങൾ ഈ ടിക്കറ്റ് ഫിനാലിൽ കയറരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ സാധനം മുത്തു പറഞ്ഞു. പിന്നെ തൊട്ട് പിന്നാലെ ഇതിൻ്റെ തന്നെ പല വെർഷൻസ് വന്നു. 1-2 പേര് മാത്രമാണ് മാറ്റി വിശാലിൻ്റെ പേര് പറഞ്ഞവരുണ്ട്. ജാക്ലിൻ വിശാലിൻ്റെ പേരാണ് പറഞ്ഞത്. അവർ തമ്മിൽ എപ്പോഴും ഒരു ശകട ഉണ്ടല്ലോ. ആ ഒരു കേസൊക്കെയാണ്. പിന്നീട് ഗ്രൂപ്പിസം കേസ് മെയിനായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര വലിയ സംഭവമായിട്ടല്ല. ഗ്രൂപ്പിസം എന്താ മോനെ എന്തിനാ മോനെ ഇങ്ങനെ കളിക്കുന്ന ചെറിയൊരു രീതിയിൽ ഗ്രൂപ്പ് കളിച്ചത് ആ ഒരു ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 9 ഗ്രൂപ്പ് കളിയാണ് സംസാരിക്കുന്നത്. അതിൽ അവർ പാട്ടയും ഇതൊക്കെ ചുമന്നൊന്നും നടക്കൂലേ, ആ കാര്യം നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ പവിത്രയുടെ സ്റ്റിക്കർ വലിച്ചിളക്കി, അത് തറയിൽ വീണ സ്റ്റിക്കർ വീണ്ടും ഇളക്കി പവിത്രയുടേത് മറ്റേ മുത്തുവിൻ്റെ അത് ഒട്ടിച്ച കേസ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടാണ്. അപ്പോൾ ഫൗൾ പ്ലേ കളിച്ചായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്ലിപ്പുകൾ എനിക്ക് പലരും അയച്ചു തരുന്നുണ്ട്. ആ ക്ലിപ്പുകളിൽ നോക്കുമ്പം റയാൻ കളിച്ചത് ഫുള്ള് പൊട്ടത്തരമാണ്. ഈ ടാസ്ക് 7 8 ഇങ്ങനെ പൊക്കിയൊക്കെ പിടിക്കുന്ന ഒരു ടാസ്ക് എന്തോ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഫുള്ള് എല്ലാവരും കാണിക്കുന്ന എന്തൊക്കെയോ ചെയ്തു വെക്കുന്നത്. അവർക്ക് തോന്നിയ റൂൾസ്. ബിഗ് ബോസ് അന്നേരം ഒന്നും പറയുന്നില്ല, കണ്ടസ്റ്റൻസ് കാണുന്നില്ല. ഇപ്പം റയാനെന്നല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവരും കണക്കാണ്. മഞ്ചരി ചെയ്യുന്നുണ്ട്, മഞ്ചരിയും കണക്കാണ്, എല്ലാവരും കണക്കാണ്. പിന്നീടാണ് നേരിട്ട് വരുന്നു റാണവിൻ്റെ എവിക്റ്റ് ആയി പോകുമെന്ന് ചോദിക്കുന്നു. പവിത്രയുടെ പേര് ചിലർ പറയുന്നു, റാണവിൻ്റെ പേര് പറയുന്നു. ഡയറക്റ്റായിട്ട് റാണവിൻ്റെ ഇത് കാണിക്കുന്നു. ഓക്കെ, റാണവിന് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ വീട്ടുകാർ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇന്നലെ 2 വീഡിയോ ഇട്ടിരുന്നു, റാണവിൻ്റെ മഞ്ചരിയുടെ എവിക്ഷൻ അൺഫെയർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ പേര് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതെങ്ങനെ അൺഫെയർ ആവും, റാണവിൻ്റെ കേസ് ശരിയല്ലേ, അല്ലെങ്കിൽ മഞ്ചരിയുടെ കേസല്ലേ ഫെയർ, റാണവിൻ്റെ കേസല്ലേ അൺഫെയർ, അങ്ങനെയൊക്കെ പലരും തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. എനിക്ക് മെയിൻലി അതിനെപ്പറ്റി പറയാനുള്ളൊരു സംഭവം, റാണവിൻ്റെ എവിക്ഷൻ ഇപ്പോൾ അൺഫെയർ ആണ് ഈ സമയത്ത്. കാരണം എവിക്റ്റായി പോവേണ്ട പല സമയവും ഉണ്ടായിരുന്നു. അന്നൊക്കെ സേവായി കയറി വന്നു. ഓക്കെ, മഞ്ചരിയും ലോ ആയിട്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. അന്നേരം കയറി മഞ്ചരി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ വീട്ടിൽ മൊത്തം 10 പേരുണ്ട്.
10 പേരിൽ സൗന്ദര്യം മുത്തുപൊഴിച്ച് 8 പേര് എല്ലാവരും നോമിനേഷനിൽ വന്നതാണ്. ഞാൻ ചോദിക്കുന്നതിന് മാത്രം നിങ്ങൾ എനിക്ക് ഇനി കമൻറ്റ് ഇടണം. ഇന്നലെ ഇട്ട കമൻറ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ പറയുന്നത്. വിശാൽ എന്താണ് അവിടെ ചെയ്തത്? ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് റാണവ് അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, റാണവിൻ്റെ അത്ര പോലും ചെയ്യാത്ത വിശാൽ സേവായി. ഓക്കെ, പവിത്ര ജനനി എന്താണ് അവിടെ ചെയ്തത്? പറയും. ഒരൊറ്റ ആഴ്ചയിലെ ടാസ്ക് അല്ലാതെ പവിത്ര അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ വീക്ക് ടിക്കറ്റ് ഫിനാലാണ് എല്ലാവരും സൂപ്പറായിട്ട് കളിച്ചു, ആരും ഉഴപ്പിന്നെന്ന് പറയത്തില്ല, എല്ലാവരും കളിച്ചു. ഇപ്പോൾ അവിടെ അരുൺ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വല്ലതും ചെയ്യുന്നുണ്ടോ അരുൺ അവിടെ? അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ റാണവ് അവിടെ എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മോട്ടീവിൽ നടക്കുന്ന ഒരാളാണ് റാണവ്. അപ്പോൾ അതുകൊണ്ട് റാണവിൻ്റെ എവിക്ഷൻ അൺഫെയർ ആണ്. മഞ്ജരിയുടെ എവിക്ഷൻ വെരി 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 അൺഫെയർ ആണ്. കാരണം മഞ്ജരിയെ പോലെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ഇനി തമിഴ് ബിഗ് ബോസ് അവർക്ക് കിട്ടുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആ മഞ്ജരി നെഗറ്റീവ് ആയാലും ശരി തന്നെ, പുറത്ത് എങ്ങനെ പോർട്രേറ്റ് ചെയ്താലും എനിക്ക് തന്ന സാധനം ഇതാണ്, അത് ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു കരുത്തോടു കൂടി ആ ടാസ്കിനെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് മഞ്ജരി. ആ വീട്ടിൽ ആരും അങ്ങനെ ചെയ്യത്തില്ല. ഇനി ആ വീട്ടിൽ സ്ട്രോങ് ആണെന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു വോട്ടിംഗ് ട്രെൻഡ്സ് ഒക്കെ ഒഫീഷ്യലി സാധനങ്ങൾ പുറത്തു വരുന്നുണ്ട്. വോട്ടിങ്ങുകളൊക്കെ മാറി മറിയുകയാണ്. അതെ, അപ്പം ഒരു പിടിയും ഇല്ലടേ. നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ട്രോഫി ആയിരിക്കത്തില്ല കിട്ടുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ, ഡിസേർവിങ് ഒന്നും ആയിരിക്കത്തില്ല. ഇപ്പം അങ്ങനെയാണ് സംഭവം. റാണവ് എവിക്റ്റ് ആവുന്നു, വീട്ടുകാർക്ക് ഒരു ഞെട്ടലും ഇല്ല, എല്ലാവരും ബബായി ഒക്കെ പറഞ്ഞു വിടുന്നു. സന്തോഷം, വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. റാണവ് സ്റ്റേജിൽ വരുന്നു, ഭയങ്കര ഹ്യൂജ് സപ്പോർട്ടാണ് റാണവിന്. ബബായി ഒക്കെ പറഞ്ഞു പോകുന്നു. ഇതാണ് എപ്പിസോഡ്. മെയിൻലി എപ്പിസോഡ് ഈ സാധനമാണുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ മഞ്ജരിയുടെ എവിക്ഷൻ, റാണവിൻ്റെ എവിക്ഷൻ കഴിഞ്ഞു. മഞ്ജരിയുടെ എവിക്ഷൻ ഇന്നാണ് വരാൻ പോകുന്നത്. ടിക്കറ്റ് ഫിനാലെ വിന്നർ റയാൻ തന്നെയാണ്. വിജയ് സേതുപതി വീട്ടിനകത്ത് വന്ന് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് റയാന്. അപ്പോൾ അതാണ് നടന്നത്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഷോർട്ട് റിവ്യൂ ആണ്. ഭയങ്കര സംഭവമായിട്ടൊന്നും ഇന്നലത്തെ എപ്പിസോഡ് ഇല്ലായിരുന്നു, അത് വേറൊരു കാര്യം. അപ്പം ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്ക് രാത്രി കുറച്ച് ലേറ്റ് അറിയാമല്ലോ, എപ്പിസോഡ് തീരുമ്പോഴേ ലേറ്റ് ആവും. അപ്പോൾ റിവ്യൂ വരാനും കുറച്ച് ലേറ്റ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് അടുത്ത റെക്കമെൻഡ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.